Hello, students. Hope all of you are fine. And this video is about the types of audit reports. Usually, the audit report is categorized into two, that is, qualified report and unqualified report. So here I'm giving four types of classification of audit report. One is unqualified opinion or unqualified report, then qualified report, then there is disclaimer of opinion report and adverse opinion report. By this, we will comprehensively cover all the different types of audit reports. So coming over to the first one, that is the unqualified report. So what is an unqualified report? You feel that what is there in a report, which what makes a report unqualified? So unqualified audit report is a report in which the auditor express their opinion that there is no material misstatements on the financial statement. അപ്പോൾ ഒരു കമ്പനിയിൽ ഓഡിറ്റർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വെരിഫൈ ചെയ്തു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് if they are finding that everything is done properly, that they are following generally accepted accounting principles, and they are maintaining proper books of records, there is no misstatements, there is proper disclosure, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ, അങ്ങനെ ഫ്ലോസ് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, they will give the report as good, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ബിക്കോസ് ദ ഓഡിറ്റർ there doesn't have any other nothing to point out. ഈ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലൊന്നും കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെയുള്ള റിപ്പോർട്ടിനെയാണ് നമ്മൾ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയാം. In this case, the financial statements are prepared in accordance with the applicable accounting standards. അപ്പോൾ എല്ലാം പ്രോപ്പർ ആവുമ്പോഴാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുക. Now coming over to qualified report. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് നല്ല റിപ്പോർട്ട്, മറ്റേതാണ് മോശം റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ കുട്ടികൾ എഴുതാറുണ്ട്. അപ്പോൾ അൺക്വാളിഫൈഡ് പറയുന്നത് ഏറ്റവും നല്ല റിപ്പോർട്ടാണ്, that there is no misstatement, everything is being adhered to എന്ന് പറയുന്നതാണ് അൺക്വാളിഫൈഡ്. ക്വാളിഫൈഡ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പീനിയൻ കൊടുക്കുന്നത്. In this report, the auditor gives a qualified opinion on financial statements, that there are certain misstatements, there are some problems that you have to, apart from that everything is okay. അപ്പോൾ വലിയൊരു പ്രശ്നമായിട്ടല്ല ക്വാളിഫൈഡ് റിപ്പോർട്ട് കൊടുക്കുക, but there will be something to be pointed at. അതെ, അവിടെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഒഴിച്ച് ബാക്കിയൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയാം. In this case, the financial statements contain material misstatements which can be isolated to one part of financial statement. വലിയ മിസ്റ്റേക്ക്, ഹ്യൂജ് മിസ്റ്റേക്സ് ഒന്നും അല്ല പറയുന്നത്, പക്ഷെ ചെറിയ മിസ്റ്റേറ്റ്മെന്റ്, ഇത് അവിടെ ഈ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്തതിനകത്ത് അവിടെ ചെറിയ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ ഐസൊലേറ്റ് ചെയ്തിട്ട് മൊത്തമായിട്ടുള്ള പ്രശ്നമല്ല, ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള റിപ്പോർട്ടിനെയാണ് നമ്മുടെ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയാം. ഇൻ അതർ വേർഡ്സ്, ദ മിസ്സ്റ്റേറ്റ്മെന്റ് ഇസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവസീവ്. യൂണിവേഴ്സൽ അല്ല, മൊത്തമായിട്ടുള്ള പ്രശ്നമല്ല, പക്ഷെ ചെറിയ ചെറിയ മിസ്സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് എ ഹോൾ. അങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ ക്വാളിഫൈഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ മൊത്തമായിട്ട് ബാധിക്കുന്നതല്ല. In this type of audit report, auditors express that there is a problem in financial statement, but the problem is not too serious. വലിയ ഇഷ്യൂസ് അല്ല, നമുക്ക് റെക്ടിഫയബിൾ ആയിട്ടുള്ള, ഒരാൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. There is problems obviously and they are pointing out the problems, but it can be corrected. There are measures which can be adopted to correct this. In the qualified audit report, auditor usually stated, ഇങ്ങനെയാണ് സാധാരണ എഴുതിയിട്ടുണ്ടാവുക, in our opinion, except for the matter described in the basis of qualified opinion, the financial statements give a true and fair present fairly. True and fair present fairly. Oh, there is some problem in this. In all the material respects. എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ ഒരു കാര്യത്തിൽ ഒഴിച്ച് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. എന്തായാലും അതിനകത്താണ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഓർക്കുക. Then there is adverse audit report.
Adverse audit report is a report that auditor issue saying that there is a material misstatement and it affects financial statement as a whole. In this case, the misstatement is both material and pervasive. നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ബ്രോഡർ ആയിട്ട് പറയുന്ന സമയത്ത് ഈ അഡ്വേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഫോംസ് പാർട്ട് ഓഫ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അഡ്വേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ടിനെ പറയാം. പക്ഷെ നാലെണ്ണം ആക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ വലിയ വലിയ മിസ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അഡ്വേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ് പറയാം. ഈ കേസിൽ എന്താ വെച്ചാൽ ദ മിസ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണ്, അതേ സമയത്ത് എല്ലാത്തിനെയും എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അത് പെർവേസീവിന്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്. അപ്പം എല്ലാത്തിനെയും എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് അതിനകത്തുണ്ടെങ്കിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടെങ്കിൽ, then it can be classified as an adverse audit report. In an adverse audit report, auditors express an opinion that the financial statements contain a serious problem. That is, the financial statements cannot be trusted. ഇത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റേഴ്സ് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് adverse audit report. Likewise, this type of audit report usually indicates that the financial statements are not reliable and the integrity of the client's management may be questionable. അപ്പോൾ ഇങ്ങനത്തെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് എന്ത് പറയും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നതല്ല, ക്ലയന്റിന്റെ ഇന്റഗ്രിറ്റി വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ് എന്ത് അഡ്വേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട്. Auditor usually state that the financial statement do not give a true and fair view or the financial statement do not present fairly. അങ്ങനെ പച്ചക്കിങ് പറയുന്നതാണ് അഡ്വേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, മറ്റേത് കുറച്ച് സുഖിപ്പിച്ച് ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, അത് ഒഴിച്ച് ബാക്കിയൊന്നും കുഴപ്പമില്ല എന്ന് പറയണ പോലെ, അതാണ് ക്വാളിഫൈഡ്. Hope it is clear. Then moving over to disclaimer opinion report. The disclaimer opinion audit report is an audit report that auditors cannot express their opinion on financial statements. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി വന്നു, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. അത് ചിലപ്പോൾ അവർക്ക് വേണ്ടത്ര മെറ്റീരിയൽ ഇൻഫർമേഷൻസ് റിലേറ്റഡ് വിത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കിട്ടാത്തതുകൊണ്ടായിരിക്കും when they hesitate to comment on the financial statements. This is usually because the auditor could not obtain sufficient appropriate audit evidence to form an opinion on financial statement. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, റിലയബിൾ ആണോ, ട്രസ്റ്റ് വർത്തി ആണോ എന്ന് പറയാൻ അയാൾക്ക് പ്രോപ്പർ ആയിട്ട് എവിഡൻസ് കിട്ടാത്ത സാഹചര്യം. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ റിപ്പോർട്ട് ഉണ്ടാവുക. Rare of its kind. Then also in this type of audit report, transactions or balances that auditor could not obtain evidence on are both material and pervasive. അപ്പൊ അതിനകത്ത് എവിഡൻസസ് കിട്ടാത്ത, ചിലപ്പം വേണമെങ്കിൽ അത് ചെറിയ മിസ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം, ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി വൈഡ് റേഞ്ചിങ്, അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. As such matter cannot be isolated as it affects financial statement as a whole. അപ്പൊ അങ്ങനെ മൊത്തമായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ റിപ്പോർട്ട് എന്ന് പറയാം. Similarly, auditors may also disclaim an own opinion when they face situations involving significant uncertainties or situations of lacking independence. Hence, this usually only happens in a rare circumstance. Rare cases ൽ മാത്രമാണ് ഇത് സംഭവിക്കുക. ഏത് നമ്മുടെ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ റിപ്പോർട്ട്, where the auditor disclaim to give any opinion, അതായത് ഇതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യാൻ ഞാൻ റെഡി അല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ റിപ്പോർട്ട്. മേ ബി ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് എവിഡൻസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം. ഹോപ്പ് സോ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഇസ് ക്ലിയർ ടു യു. അപ്പം ഇത് പഠിക്കുക. We'll be back with another video next day. Thank you.